മുഅ്മിനീങ്ങളായ നമ്മൾ അള്ളാഹുവിനോട് ഏത് സമയവും അഭയം തേടിക്കൊണ്ടേ ഇരിക്കണമെന്നാണ് ഖുതുബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ചൂട് കൂടിയപ്പോൾ പാമ്പ് കടി ഏൽക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കർണാടകക്കാർക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും കേരളത്തിലെ വാർത്തയിലൊക്കെ അത് തന്നെ. ഇന്നലെ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ 4 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചു. അങ്ങനെ ഓരോ ദിവസവും പാമ്പ് കടി ഏൽക്കുന്നവരുടെ എണ്ണം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്താണൊരു പരിഹാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് പ്രത്യേകം കാവൽ തേടിയ ഒരു മരണമാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അമൂത ലദീഗാ. പാമ്പ് കടിയേറ്റ് മരിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു, അഭയം തേടുന്നു റബ്ബേ. പാമ്പ് കടിയേറ്റ് മരിക്കേണ്ട ഗതികേട് എനിക്ക് നീ വരുത്തരുത് എന്ന് നബിതങ്ങൾ പ്രാർത്ഥിച്ച് നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മളും അങ്ങനെ ദ്വാരക്കണം. പടച്ചോനെ, ഞങ്ങൾക്ക് പാമ്പ് കടിയേറ്റ് മരിക്കുന്ന ദാരുണമായ മരണം നൽകരുത് അല്ലാ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫലഖിൽ 4 കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ പൊതുവെ കാവൽ തേടുന്നത്, 4 ഷർറുകളിൽ നിന്ന്. അതിൽ രണ്ടാമത്തെ ഷർറ് ഏതാ? വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. അതിന് പല തഫ്സീറും മഹാന്മാർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവരൊക്കെ കൊടുത്ത ഒരു തഫ്സീർ അൽ ഹയ്യത്തു ഇദാ ലദഗത്. കടിക്കുന്ന പാമ്പിന്റെ ഷർറിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു എന്നാണ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് എന്ന ആയത്തിന്റെ അർത്ഥം. നമ്മൾ ഒരു തവണ എത്ര വട്ടം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത് ഓതുന്നുണ്ടാവും. ആ ഓതുമ്പോഴൊക്കെ നമ്മൾ അള്ളാഹിനോട് ആവശ്യപ്പെടുന്നുണ്ട്, പടച്ചോനെ, പാമ്പ് കടിയേറ്റ് മരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റബ്ബേ. കടിക്കുന്ന പാമ്പിന്റെ ഷർറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാമ്പ് കടി ഏൽക്കാതിരിക്കാനുള്ള ഭൗതികവും ആത്മീയവുമായ എല്ലാ ജാഗ്രതയും എല്ലാ മുൻകരുതലുകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. ഖുതുബയിൽ നിങ്ങൾ കേട്ടു, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ അവ അഹദുക്കും ഇലാ ഫിറാശി ഫൽയൻഫുദു ഫിറാശ. നിങ്ങൾ കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ കിടക്കാൻ ഉപയോഗിക്കുന്ന വിരിപ്പും അതേപോലെ തന്നെ പുതപ്പും എല്ലാം നല്ലോണം കുടഞ്ഞ് തട്ടി വൃത്തിയാക്കിയിട്ട് കിടക്കണം. കാരണം ഫഇന്നഹു ലാ യദ്രി മാ ഖലഫഹു അലൈഹി. നമ്മൾ രാവിലെ നമ്മുടെ ബെഡ് അല്ലെങ്കിൽ വിരിപ്പ് മടക്കി ചുരുട്ടി വെച്ചതിന് ശേഷം അതിൽ ചുരുണ്ടുകൂടാൻ ആരാണ് പകരം വന്നത് എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ പാമ്പായിരിക്കും, ചിലപ്പോൾ തേളായിരിക്കും, അങ്ങനെ പലതുമായിരിക്കും. അതുകൊണ്ട് കിടന്നുറങ്ങാൻ പോകുന്നവർ അവരുടെ വിരിപ്പ് നല്ലോണം കൊട്ടിക്കൊടയട്ടെ. മജ്മുഉ സവായിദ് ഹാഫിദുൽ ഹൈസമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഖുഫ ധരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഖുഫ എന്ന് പറഞ്ഞാൽ കാലിൽ ധരിക്കുന്ന ഷൂ പോലത്തെ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സാധനം. ഖുഫ ധരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. നബി തങ്ങൾ ഒരു കാലിൽ ഖുഫ ധരിച്ചു. മറ്റേതാ കാലിൽ ധരിക്കാൻ നിൽക്കുമ്പോൾ ഒരു കാക്ക വന്നിട്ട് നബി തങ്ങളുടെ ഖുഫ എടുത്തു കൊത്തിക്കൊണ്ടുപോയി. എന്നിട്ട് മേലെ കൊണ്ടുപോയിട്ട് തയത്തോട്ട് ഇട്ടു. അപ്പണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു പാമ്പ് പുറത്തു വരുന്നു. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളെ ഉണർത്തി, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, ഫലാ യൽബസ് ഖുഫൈഹി ഹത്താ യൻഫുദഹുമാ. ഖുഫ ധരിക്കുന്നതിന് മുമ്പ് രണ്ടും തട്ടിക്കൊടഞ്ഞ് അതിൽ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ധരിച്ചുകൊള്ളട്ടെ. മജ്മുഉ സവായിദിലുണ്ട് ആ ഹദീസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിഖിന്റെ കിതാബിലൊക്കെ പറഞ്ഞില്ലേ, സുന്നത്തായി പരിചയപ്പെടുത്തിയില്ലേ. ഇബ്നു ഹജർ തങ്ങൾ തൂഫയിൽ കിതാബുൽ ലിബാസിൽ പറഞ്ഞു, യുസന്നു നഫ്ദു ഫുറുഷിൻ ഇഹ്തമല ഹുദൂസു മുഅ്ദിൻ അലൈഹി. രാത്രി കിടന്നുറങ്ങുമ്പോൾ വിരിപ്പുകൾ കൊടഞ്ഞ് ഉറങ്ങുന്നത് സുന്നത്താണ്. ആ വിരിപ്പിൽ ഉപദ്രവകാരികളായ ശല്യം ചെയ്യുന്ന ജീവികൾ വന്നുകൂടാൻ സാധ്യതയുണ്ടെങ്കിൽ കൊടയുന്നത് സുന്നത്താണ്. ഇനി കുടഞ്ഞിട്ട് നിങ്ങൾക്ക് പാമ്പിനെ കിട്ടിയില്ല, തേളിനെ കിട്ടിയില്ല, എന്നാലും കുടഞ്ഞതിന് സുന്നത്തിന്റെ കൂലി കിട്ടൂലേ? എന്നാൽ ബുശ്റൽ കരീമിൽ പറഞ്ഞത് വെറും വിരിപ്പ് മാത്രമല്ല, നഹ്വിൽ ഫിറാഷ്, വിരിപ്പ് പോലത്തെ എല്ലാം. അത് ചിലപ്പോൾ ഹെൽമെറ്റ് ആവും, ചിലപ്പോൾ ഷൂ ആയിരിക്കും, പലതിലും പാമ്പ് വന്നിട്ട് ചുരുണ്ട് കിടക്കുമല്ലോ. അങ്ങനെ ഉപദ്രവകാരികളായ ജീവികൾ വന്നുകൂടാൻ സാധ്യതയുള്ള എല്ലാം കുടഞ്ഞു ഉപയോഗിക്കുന്നത് സുന്നത്താണ്. അതിൽ ജീവികളൊന്നുമില്ല, ഉപദ്രവം ചെയ്യുന്നതൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് സുന്നത്താണ്. അതുപോലെ ഭൗതികമായ
സംരക്ഷണം മാത്രം പോരല്ലോ, ആത്മീയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ജീവികളുടെ ഉപദ്രവങ്ങളില്ലാതിരിക്കാൻ പല നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയെ, രാത്രി ഒരു തേള് കടിച്ചിട്ട് അതിന്റെ വേദന കൊണ്ട് എനിക്ക് രാവിലെ വരെ ഉറങ്ങാൻ പറ്റിയില്ല, സഹിക്കാൻ കഴിയാത്ത വേദനയായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? അമാ ലൗ ഖുൽത അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് ലം തദുറക്. നീ വൈകുന്നേരം അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ ചൊല്ലിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ തേള് നിന്നെ ശല്യം ചെയ്യൂലായിരുന്നു, ഉപദ്രവിക്കൂലായിരുന്നു. സ്വഹീഹ് മുസ്ലിമിന് അൽ മുഫ്ഹിം എന്ന് പറയുന്ന അബുൽ അബ്ബാസുൽ ഖുർത്തുബി തങ്ങൾ എഴുതിയ ഒരു ഷറഹുണ്ട്. അതിൽ പറയാ, അലിംനാ സിദ്ഖഹു ദലീലം ബതജ്രിബ. നബിതങ്ങൾ ആ ദിക്ർ ചൊല്ലിയാൽ തേളിന്റെ കുത്ത് ഏൽക്കൂല എന്നത് ഞങ്ങൾ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയതാണ്. കാരണം അബുൽ അബ്ബാസ് ഖുർത്തുബി തങ്ങൾ പറയുന്നു, ഞാൻ ആ ഹദീസ് പഠിച്ചതിന് ശേഷം ജീവിതത്തിൽ ഒരിക്കലും ആ ദിക്ർ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരു പാമ്പോ ഒരു തേളൊന്നും കടിക്കാറില്ല. പക്ഷേ ഒരു സമയം മാത്രം അൽ മഹ്ദിയ എന്ന് പറയുന്ന ടുനീഷ്യയിലുള്ള ഒരു നഗരത്തിൽ വെച്ച് എനിക്കൊരു തേളിന്റെ കടിയേറ്റു. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്താണ് എന്നിങ്ങനെ പാമ്പും തേളൊന്നും കടിക്കലില്ലല്ല, ഇതെന്നാ എന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കടി. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ അന്ന് ആ ദിക്ർ ചൊല്ലാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ദിക്ർ ചൊല്ലാൻ മറന്നപ്പോഴത്തേക്കും എനിക്ക് എന്ത് കിട്ടി? തേളിന്റെ കുത്ത് കിട്ടി. അപ്പൊ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവമാണ്, ഞങ്ങൾക്ക് ആ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് വലിയ ഒരു കാവൽ ഇത്തരം ക്ഷുദ്രജീവികളിൽ നിന്നുണ്ട് എന്നത്. അതുപോലെ ആ ദിക്ർ അടക്കമുള്ള ഒരുപാട് ദിക്റുകളുടെ സമാഹാരമാണ് ഹദ്ദാദ് റാത്തീബ്. ഹദ്ദാദ് റാത്തീബിൽ ഈ ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി എന്ന ദിക്റുണ്ട്. അതുപോലെ ഒരുപാട് മഹത്വങ്ങളുള്ള വേറെ ദിക്റുകളും ഉണ്ട്. ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്നവർക്ക് പാമ്പിന്റെ വശം ഏൽക്കൂലാന്ന് പഴയ കാലം മുതലേ പറഞ്ഞു വരുന്നതല്ലേ, അത് വെറുതെ പറയുന്നതല്ല. അതിൽ നബിതങ്ങൾ ഉൾപ്പെടുത്തിയ ഇത്തരം ദിക്റുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഹദ്ദാദ് റാത്തീബിന് അൽ ഇംദാദ് ബി ശറഹി റാത്തീബിൽ ഹദ്ദാദ് എന്ന് പറഞ്ഞിട്ട് AP ഉസ്താദ് ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, പഴയകാല ചില ശറഹുകളെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഹദ്ദാദ് ഇമാമിന്റെ പേരക്കുട്ടികളെ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു അലി ബിൻ ഹസൻ എന്ന മഹാനവറുകളുടെ കുറെ കിതാബുകളൊക്കെ കിട്ടാനുണ്ട്. ആ മഹാനവറുകളുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്തോ ഒരു പ്രശ്നം. അപ്പൊ അതിന് പറഞ്ഞു, ഒരു മന്ത്രം നമുക്ക് ചെയ്യണം, മന്ത്രം ചെയ്താൽ നിന്റെ ആ പ്രശ്നം പരിഹരിച്ചു കിട്ടും. പക്ഷെ മന്ത്രം ചെയ്യാൻ ഇന്നാലിന്ന സ്ഥലത്ത് ഒരു ചെടിയുണ്ട്, അതിന്റെ തണ്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞയച്ചു. പോകുമ്പോൾ തന്നെ അയാൾ പറഞ്ഞു, ആ ഭാഗത്തൊക്കെ പാമ്പിന്റെ ശല്യം ഉണ്ട് എന്നിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ തണ്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അവിടെ പാമ്പിന്റെ ശല്യം ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ചോദിച്ചു, അമാ ഖറഅത റാത്തിബ സയ്യിദിൽ ഹദ്ദാദ്, ഹദ്ദാദ് തങ്ങളുടെ റാത്തീബ് നീ ഇന്നലെ ഓതിയിട്ടില്ലേ? ഓതിയിട്ടുണ്ടെങ്കിൽ ധൈര്യത്തിൽ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ പോവുകയും ചെടി പറിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി അബദ്ധത്തിലൊരു പാമ്പ് കടിച്ചു. പക്ഷേ ഫലം യുതഇബത്തിനി, ആ പാമ്പ് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ആ പാമ്പ് കടിച്ചതിന്റെ പേരിൽ എനിക്ക് വേദന പോലും ഉണ്ടായിട്ടില്ല, വിഷമേറ്റിട്ടില്ല. അത് റാത്തീബ് ചൊല്ലുന്നതിന്റെ പവർ കൊണ്ടാണ് എന്ന് അലി ബിൻ ഹസൻ തങ്ങളുടെ അടുത്തേക്ക് വന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് റാത്തീബിനെ വിശദീകരിക്കുന്നിടത്ത്, റാത്തീബിന് ഹദ്ദാദ് റാത്തീബിന്റെ മഹത്വം പറയുന്നിടത്ത് പല കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റാത്തീബ്, ഹദ്ദാദ് റാത്തീബ് നമ്മുടെ ജീവിതത്തിൽ പ്രതിപാക്കണം. അതിൽ പ്രത്യേകിച്ച് ഔദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ ജീവിതത്തിൽ പതിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ മുസ്തഫ